അങ്കെ ഉംബാര സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് മുൻകർ. എൻ്റെ എത്രയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പലരും മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് തിരക്കിലാണ് എന്ന് പറഞ്ഞു വിടുമായിരുന്നു. അതേ കൂട്ടുകാരെ, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾ എക്സ്പ്ലനേഷൻ കാണാൻ വന്നതല്ലേ, അതിനിടയിൽ നിങ്ങളെ ഞാൻ മടുപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇനി ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും, അത്ര തന്നെ. അതെന്താ അസ്സലാമു അലൈക്കു എന്ന് വെച്ചാൽ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൺലൈനർ പറയാൻ സമയമില്ല. ക്ലൈമാക്സിൽ 2 ട്വിസ്റ്റ് ഉണ്ട്. പേടിയുള്ളവർ രാത്രി പേടിച്ചോണ്ട് കാണാൻ പറ്റിയ ചിത്രം. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ AR റെയ്മോ എന്നൊരു ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂൾ കാണാം. അതിരാവിലെ സ്കൂളിലെ കുട്ടികളൊക്കെ ശുചിത്വം പാലിച്ച് ഉസ്താദിൻ്റെ മുന്നിലിരിക്കുകയും ഉസ്താദ് ഖുർആൻ വിശദീകരിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലാ കുട്ടികളും അത് കേട്ടുകൊണ്ടിരിക്കെ അതിൽ ഒരു പെൺകുട്ടി മാത്രം ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ്. ഇവളുടെ പേര് ഹെർലിന. അന്നേരം അടുത്തുള്ള റണം എന്ന പെൺകുട്ടി ഹെർലിനയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ എഴുന്നേറ്റ് എല്ലാ പെൺകുട്ടികളോടും 10 മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും ഖുർആൻ ക്ലാസ്സിന് വരണം എന്ന് പറയുകയാണ്. ഹെർലിന ആണെങ്കിൽ അവളുടെ ഖുർആൻ ഹോസ്റ്റലിൽ നിന്നും മറന്നു വെച്ചത് എടുക്കാൻ പോകുമ്പോൾ ഇവൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് അവിടെയുള്ള 3 കുട്ടികൾ ചർച്ച ചെയ്യുകയാണ്. ഹോസ്റ്റലിൽ എത്തിയ ഹെർലിന ഖുർആൻ എടുത്ത് നിൽക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്ന പോലെ ഫീലായി അവിടെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. ഇതേ നേരം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹെർലിന ഇതുവരെയായിട്ടും ക്ലാസ്സിൽ വന്നില്ലല്ലോ, കിടന്നുറങ്ങുന്നുണ്ടാവൂ എന്ന് മനസ്സിലാവുകയും അതിനാൽ ടീച്ചർക്ക് ദേഷ്യം വന്ന് ഹെർലിന ചെയ്ത തെറ്റിന് നിങ്ങൾ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം, എന്തെന്നാൽ അവൾ നിങ്ങളുടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും പോയി ഈ സ്ഥലം ക്ലീൻ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഇപ്പോഴാണ് ഹെർലിന വരുന്നത്. ഹെർലിന കാരണം എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടിയതിനാൽ എല്ലാവർക്കും ഹെർലിനയോട് ദേഷ്യം വന്ന് അവളെ ദേഷ്യത്തിൽ ഇടിച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം എല്ലാവരും സ്കൂൾ പരിസരം ക്ലീൻ ചെയ്യുമ്പോൾ 2 ഉസ്താദുമാർ ഗാനിയും ജാഫറും വന്ന് എല്ലാവരോടും നന്നായി ക്ലീൻ ചെയ്യ് എന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഉമ്മി, ദില, സിറ്റി ഈ 3 പേർ ഭയങ്കര കലിപ്പിലാണുള്ളത്. നമുക്ക് കൂടി ആവശ്യമില്ലാതെ പണിഷ്മെന്റ് കിട്ടാൻ ഹെർലിനയാണ് കാരണം, അവൾക്കൊരു പണി നമ്മൾ കൊടുക്കണം എന്ന് കലിപ്പിൽ പ്ലാൻ ചെയ്യുകയാണ്. ഇതേ നേരം ഹെർലിന രണത്തിന്റെ കൂടെ ക്ലാസ് റൂം വൃത്തിയാക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് ആ 3 കുട്ടികളും വന്ന് അവിടെയുള്ള മറ്റു കുട്ടികളെ പോകാൻ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവർ ഹെർലിനയെ ഉപദ്രവിക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കിയ രണം അവരോട് വേണ്ട, ഇത് തെറ്റാണ്, അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. എന്നാൽ ഉമ്മിക്ക് ദേഷ്യം മൂക്കിന്റെ ശുണ്ടിയിലാണെന്ന് തോന്നുന്നു. ഇവൾക്ക് ഏതു നേരവും നമുക്ക് പണിഷ്മെന്റ് വാങ്ങിത്തരലാണല്ലോ പണി എന്ന് ഉമ്മി കലിപ്പിൽ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്ക്, ഹെർലിന വന്നിട്ട് 1 മാസം അല്ലേ ആയത്, പോകവേ ഹെർലിന എല്ലാം പഠിക്കും എന്നൊക്കെ പറഞ്ഞ് രണം സമാധാനപ്പെടുത്തുമ്പോൾ തൽക്കാലം അവരുടെ ദേഷ്യത്തിൽ കൺട്രോൾ ചെയ്ത് ചെറിയ ഒരു പണി കൊടുക്കാം എന്ന ഭാവത്തിൽ ചാണകമാണോ ചെളിയാണോ എന്നറിയില്ല അവിടെ ചവിട്ടി ഉരച്ച് വെള്ളമൊക്കെ മറിച്ച് ഇതൊക്കെ ഹെർലിന ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ആ ഉപദ്രവം ചെയ്തു പോകുന്നത് ടീച്ചർ കാണുകയും ചെയ്തു. അകത്ത് ഹെർലിന ആണെങ്കിൽ എൻ്റെ കൂടെ ഫ്രണ്ടുകാരിയായിട്ട് രണം എങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയാണ്. അതേപോലെ ഇവളെ ഒഴികെ മറ്റാരും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇല്ലല്ലോ എന്നോർത്തും ഒരു സങ്കടം അവൾക്കുണ്ട്. അതേപോലെ ഹെർലിന ഒരു വലിയ വീട്ടിൽ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ നല്ല പോലെ പഠിക്കാൻ നിൽക്കാത്ത കാരണത്താൽ ഹെർലിനയുടെ ഉപ്പ അവളെ ഒരു നല്ല ബോർഡിംഗ് സ്കൂളിൽ ചേർക്കണം എന്ന് തീരുമാനിച്ചാണ് ഇവിടെ ചേർത്തത്. അങ്ങനെ പിറ്റേ ദിവസം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ പാരൻസ് മക്കളെ കാണാനായി വന്നിരിക്കുകയാണ്. എന്നാൽ രണത്തിന്റെ പാരൻസ് ആരും തന്നെ വന്നിട്ടില്ല. കാരണം പാരൻസ് ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്ന് തോന്നുന്നു. കുടുംബ ഫോട്ടോ നോക്കി ഫീലായി നിൽക്കുകയാണ്. ഇതേ നേരം ഹെർലിനയെ കാണാം. അവളുടെ ഉമ്മ മാത്രം വന്നിട്ടുണ്ട്. ഉമ്മയോട് ഈ സ്കൂളിലെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ മോളെ, ബോർഡിംഗ് സ്കൂൾ എന്ന് വെച്ചാൽ ഇങ്ങനൊക്കെ തന്നെയാ ഉണ്ടാവുക, ഇതൊക്കെ പഠിക്കാനാണ് നിന്റെ ഉപ്പ നിന്നെ ഇവിടെ ചേർത്തത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ എല്ലാവരുമായി നല്ല കൂട്ടായി മാറും എന്നൊക്കെ ഉമ്മ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്തുമ്മ, കിടക്കുന്ന ബെഡ് വരെ ഒടുക്കത്തെ നാറ്റം, അതാണോ പ്രശ്നം, ഞാൻ നിനക്ക് ബെഡ് എടുത്തോണ്ട് വരാം. അങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കെ മറ്റേ വശത്ത് ഉമ്മിയുടെ ഫാദർ ഒരൽപ്പം കലിപ്പനാണ്. ഉമ്മിക്ക് പണിഷ്മെന്റ് കിട്ടിയ കാര്യം അറിഞ്ഞ് പച്ചത്തേറി പറയുകയാണ്. അത് ഹെർലിനയും ഉമ്മയും നോക്കുമ്പോൾ ഉമ്മി ഹെർലിനയെ കലിപ്പിൽ നോക്കുകയാണ്. എന്തെന്നാൽ ഹെർലിന കാരണമാണല്ലോ പണിഷ്മെന്റ് കിട്ടിയതും ഉപ്പയുടെ വഴക്ക് കേൾക്കുന്നതും.
അങ്ങനെ അന്ന് രാത്രി ഹെർലിനയുടെ വീട് കാണാം. ഉപ്പയുടെ പേര് സാപ്റ്റോ, ഉമ്മയുടെ പേര് ദിവി. ഏയ് മനുഷ്യ, നമ്മുടെ മകൾ ഹെർലിന സ്കൂളിൽ നല്ല കുട്ടിയായി പഠിക്കുകയാ. അത് കേട്ട് ആര്? ഹെർലിനയോ? അവളെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയും. അവൾ അവിടെ പോയിട്ട് അഹങ്കാരിയായി തന്നെ നിൽക്കും. നീ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കണ്ട, അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് സാപ്റ്റോ പറയുകയാണ്. ശേഷം ഞാൻ ഹെർലിനയ്ക്ക് ബെഡ്ഷീറ്റ് കൊടുത്തിട്ട് വരാം, അവൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. ഇതേ നേരം ഹോസ്റ്റലിൽ ഹെർലിന ഖുറാൻ എടുത്ത് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. റെനയും ഹെർലിനയുടെ റൂമിലാണ്. എടി, നിസ്കരിക്കാൻ സമയമായി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് റെഡിയാവുമ്പോൾ നീ പോയിക്കോ, ഞാൻ വരാം എന്ന് ഹെർലിന പറയുകയും റെനം പോയ ശേഷം ഹെർലിന വസ്ത്രമെടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി. ആ 3 പേരടങ്ങുന്ന ഗ്യാങ് അവിടേക്ക് എത്തുകയാണ്. ആ വരവ് വെറുതെ ആയിരുന്നില്ല, ഹെർലിനയോട് പക വീട്ടാനായിരുന്നു. ഹെർലിനയെ തള്ളി ഇടുകയും നിലത്ത് വീണപ്പോൾ അയൺ ബോക്സ് അവളുടെ കയ്യിൽ കൊണ്ട് ഉരുകാൻ തുടങ്ങി. അതെടുത്ത് വീണ്ടും അവളെ ടോർച്ചർ ചെയ്യാൻ നോക്കുമ്പോൾ പിടഞ്ഞ് തള്ളി മാറ്റി ഓടി മസ്ജിദിന്റെ അടുത്തെത്തി പ്രാർത്ഥിക്കാൻ പോകുന്ന രണത്തിനെ വിളിച്ച് പറയാൻ നോക്കുമ്പോൾ തന്നെ അവളുടെ വാ പൊത്തി പിടിച്ചോണ്ട് പോയി മറ്റൊരു റൂമിൽ കൊണ്ടുപോയി ഇട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പിടിവിടാതെ അവരും പുറകെയുണ്ട്. എന്നാൽ ഹെർലിന ഓടുന്നതിനിടയിൽ കാലിടറി നടു റോഡിലേക്ക് ഒരൊറ്റ വീഴ്ച. ഒരു കാറ് സ്പീഡിൽ അവളുടെ നേർക്ക് വരുന്നത് കണ്ട് ഹെർലിന അലറുമ്പോൾ ആ സീന് അവിടെ കട്ട് ചെയ്താൽ വിവരമറിഞ്ഞ് ഹെർലിനയുടെ ഉപ്പ സാപ്റ്റോ ഒരു ഹോസ്പിറ്റലിലേക്ക് ധൃതിയിൽ പോകുന്നത് കാണാം. അവിടെ സ്കൂളിലെ ടീച്ചറും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഹെർലിനയെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഹെർലിന ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ച കാണുകയാണ്. കൂടെ ഉമ്മ ദിവ്യയും ഉണ്ട്. ഹെർലിന കാർ ഇടിച്ച് ആക്സിഡൻ്റായി കിടക്കുന്നതാണെന്ന കാര്യം അറിഞ്ഞ് വിഷമിക്കുമ്പോൾ അപ്പോഴാണ് ഹെർലിനയുടെ കയ്യിൽ പൊള്ളിയ പാട് കാണുന്നത്. അതോടെ ഇത് ആക്സിഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കി കലിപ്പിൽ നേരെ സ്കൂളിലെ ടീച്ചറിനോട് തെറി പറയാൻ തുടങ്ങി. അസമയത്ത് എൻ്റെ മകൾ മാത്രം എങ്ങനെ റോഡിൽ എത്തിയത്? അവളുടെ കയ്യിൽ വരെ പൊള്ളിയ പാടുണ്ട്. അവളെ ശ്രദ്ധിക്കാതെ നിങ്ങളൊക്കെ അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ സാപ്റ്റയോട് സോറി പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞ് പോയ ശേഷം ഉമിയും ദിലയും സിറ്റിയും നേരെ റെനയുടെ അടുത്ത് പോയി ഞങ്ങൾ ടീച്ചറിനോട് പെർമിഷൻ ചോദിച്ച് ഹെർലിനയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണേൽ പോയിക്കോ എന്ന് റെന പറയുകയാണ്. എന്തെന്നാൽ ഹെർലിനയ്ക്ക് അപകടം നടന്നത് ഈ 3 പേർ കാരണമാണെന്ന് റെനയ്ക്ക് ഒരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഹെർലിനയുടെ കണ്ടീഷൻ മോണിറ്ററിൽ കാണാം. നോക്കിയാൽ അതിൽ ഹെർലിനയുടെ പൾസ് നിന്ന പോലെ, അതായത് ഹെർലിന മരിച്ച പോലെ ഫ്രീക്വൻസി കാണാം. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം ഹോസ്റ്റലിൽ ഉമിയും ദിലയും സിറ്റിയും പിന്നെ റെനയും ചേർന്ന് അവരവരുടെ വസ്ത്രം ഉണക്കാനിട്ടത് എടുക്കുന്നത് കാണാം. പെട്ടെന്ന് റെനയുടെ മുമ്പിൽ ദേ ഹെർലിന പ്രേതത്തെ പോലെ വന്നു നിൽക്കുന്നു. ആ കാഴ്ച ബാക്കിയുള്ള 3 പേരും കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും റെന. വാ അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ഇവളെങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ സുഖം പ്രാപിച്ചു എന്നൊരു കുഴപ്പത്തിലെ റെന ഹെർലിനയെ കെട്ടിപ്പിടിക്കുകയാണ്. ഹെർലിന തിരിച്ചു വന്നതിനാൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കൗതുകത്തിലാണ്. ഹെർലിനയ്ക്ക് ശരിക്കും അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ഹെർലിനയെ കുട്ടികൾ റാഗിങ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്, അതിനാൽ ഹെർലിനയെ ചോദ്യം ചെയ്യണം എന്ന് ജാഫറും ഗാനിയും ടീച്ചറോട് പറയുമ്പോൾ ഏയ് നമ്മുടെ സ്റ്റുഡൻസ് അത്രക്കാരല്ല, പോരാത്തതിന് ഹെഡ് മാസ്റ്റർ വേറെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്, നമ്മൾ വേണം സ്റ്റുഡൻസിനെ ഒക്കെ ശ്രദ്ധിക്കാൻ, അതിനാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, പ്രശ്നമായാൽ നമുക്ക് കൂടുതൽ പണിയാവും എന്നൊക്കെ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം ഹെർലിനയും അവിടെയുണ്ട്. എന്നാൽ അവളുടെ ഭാവം പണ്ടത്തെ പോലെയല്ല. ഗൗരവം നിറഞ്ഞ ഭാവത്തോടെ ടീച്ചറിനെ തന്നെ കുറുകുറുവെന്ന് നോക്കുകയാണ്. ടീച്ചർക്കും ഹെർലിനയെ കാണുമ്പോൾ എന്തോ ഒരു ഭയം പോലെ ഫീൽ ആവുകയാണ്. ഹെർലിന കണ്ണെടുക്കാതെ നോക്കി നിന്ന് പെട്ടെന്ന് ടീച്ചറിന്റെ ചെവിയിൽ അസ്സലാമു അലൈക്കു ടീച്ചർ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ്. ടീച്ചർ ഞെട്ടി നിൽക്കുമ്പോൾ അവിടേക്ക് ഇൻട്രി എന്നൊരു ടീച്ചർ വന്ന് എന്ത് പറ്റി ടീച്ചറെ? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹെർലിനയെ തിരിഞ്ഞു നോക്കവേ ഹെർലിന നോട്ടം മാറ്റി ഇരിക്കുകയാണ്. ഉസ്താദ് ഖാനി എല്ലാ കുട്ടികളോടും നല്ല പോലെ സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന ഹെർലിനയ്ക്ക് വേണ്ടി എല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉമിയും ദിലയും സിറ്റിയും ഹെർലിനയെ പക വീട്ടിയത് മതിയാവാത്ത പോലെ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും പഠിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് രണം എത്തി ഹെർലിനയുടെ അടുത്ത് ഇരുന്ന് എടി അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് നീ ടീച്ചറോട് പറയുന്നില്ലേ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും പറ. അത് കേട്ട് ഏയ് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട, തെറ്റ് ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ കിട്ടും എന്ന് ഹെർലിന
നിൽക്കുന്ന ആ 3 പേരെ നോക്കിക്കൊണ്ടേ പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഫുഡ് കഴിച്ച് എല്ലാവരും ഉറങ്ങാനായി പോയ സമയം ഉമിയും സിറ്റിയും പുറത്ത് ആരെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടോ, ഗേറ്റൊക്കെ കൃത്യമായി അടച്ചോ എന്നൊക്കെ പരിശോധിക്കാൻ വന്നിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് പോയാൽ പെട്ടെന്ന് പണി തീരില്ല, നീ അന്തപ്പക്കം പോ, ഞാൻ ഇന്തപ്പക്കം പരിശോധിക്കാം എന്ന് ഉമ്മി പറഞ്ഞെങ്കിലും സിറ്റിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി. എന്നാൽ വേറെ വഴിയില്ലാത്തതിനാൽ ഒറ്റയ്ക്ക് പരസ്പരം ചുറ്റി നോക്കാൻ തുടങ്ങി. ഒരു വശത്ത് ഉമ്മി ബാത്റൂമിൽ പോയി പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തനിയെ അടയുകയാണ്. ആരാ അകത്ത് എന്ന് ഞെട്ടലോടെ ചോദിച്ച് ചെക്ക് ചെയ്തെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയത്തിൻ്റെ മേൽ ഭയത്തോടെ പുറത്തു വന്ന് മറ്റൊരു വശത്തേക്ക് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ദേ സിറ്റി എന്തോ കണ്ട് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് സിറ്റി ഒരു റൂമിലേക്ക് പോവുകയും അത് കണ്ട് ഇവൾക്കിതെന്ത് പറ്റി എന്ന് ഉമ്മിക്ക് വീണ്ടും ഭയം തോന്നി. പതുക്കെ ആ റൂമിൽ നോക്കുമ്പോൾ സിറ്റി അവിടെയും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എടേ സിറ്റി സിറ്റി എന്ന് കൗതുകത്തോടെ ഭയത്തോടെ വിളിച്ചു കൊണ്ടിരിക്കെ സിറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ പിശാചായി മാറിയതുപോലെയുണ്ട്. അസ്സലാമു അലൈക്കും ഉമ്മി എന്ന് പറഞ്ഞതും ഉമ്മി ഭയന്ന് വിറച്ച് അവിടുന്ന് ഓടി ഓടി നേരെ സീനിയർ ടീച്ചറിൻ്റെ റൂമിൻ്റെ അടുത്ത് പോയി ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഡോർ തുറക്കാത്തതിനാൽ അടുത്തതായി ജാഫറും ഖാനിയും താമസിക്കുന്ന റൂമിൻ്റെ ഡോർ തട്ടിക്കൊണ്ടിരിക്കെ അവരും ഡോർ തുറക്കുന്ന ലക്ഷണമില്ല. ഭയത്തോടെ റൂം തട്ടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ മിന്നി മറയാൻ തുടങ്ങി. Bismillahirrahmanirrahim. Umi, siapa kamu? Siapa kamu? Jawab. Tolong Umi. Anta maulana kafir. ലൈറ്റ്സ് ഒക്കെ മിന്നി മറയാൻ തുടങ്ങി. ആകെ ഭയന്ന് ഉമ്മി തിരിഞ്ഞു നോക്കുമ്പോൾ ദേ പുറകിൽ സിറ്റിയുടെ ശരീരത്തിൽ കയറിയ പ്രേതം പെട്ടെന്ന് സിറ്റിയുടെ കഴുത്തിൽ പിടിച്ച് തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ അതേ വേദന അവരും അനുഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കഴുത്ത് ഞെരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഉമ്മിയുടെ മുഖം മാറി ഹെർലിനയുടെ മുഖം പോലെ ഉമ്മിക്ക് കാണുകയും ഉമ്മി അലറാൻ ശ്രമിക്കുന്ന ആ ശബ്ദം കേട്ട് അവിടേക്ക് ഖാനി എത്തി നിൽക്കുകയും ഖാനിയെയും പ്രേതം തള്ളിത്തെറിപ്പിച്ച് വിടുകയാണ്. സിറ്റിയുടെ ശരീരത്തിൽ ഏതോ ബാധ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഖാനി അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥനാ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അന്നേരമാണ് അവളുടെ ശരീരത്തിലുള്ളത് ഒരു കൊടൂര സാത്താൻ പിശാച്ച് ആണെന്ന് ഖാനിക്ക് മനസ്സിലാവുന്നത്. അത് ദൈവത്തിന് എതിരെ സംസാരിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ എത്തിയ ഇൻട്രി ടീച്ചറും അകത്ത് പോയി വെള്ളം എടുത്തു വരികയും ഖാനി അത് വാങ്ങി ആ വെള്ളത്തിൽ മന്ത്രം ചൊല്ലി ആ വെള്ളം വായിലാക്കി ഉമ്മിയുടെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പ്. അതോടെ സിറ്റിയുടെ ശരീരത്തിലെ പിശാച്ച് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ സിറ്റിയും ദിലയും നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ഉമി ആണെങ്കിൽ സംഭവം നേരിട്ട് കണ്ടതിനാൽ പേടിച്ച് വിറച്ച് കരയുകയാണ്. ആ ശബ്ദം കേട്ട് ദില എഴുന്നേറ്റ് പോയി, എടി പിശാച്ചിനെ ഖാനി ഉസ്താദ് ഒഴിപ്പിച്ച് വിട്ടില്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അത് കേട്ട് ഉമി പറയുന്നു, എടി സിറ്റിക്ക് പ്രേതബാധ കയറിയപ്പോൾ സിറ്റിയുടെ മുഖം മാറി ഹെർലിനയുടെ മുഖമായ പോലെയാണ് കണ്ടത്. ആ സംസാരം കേട്ട് ഇപ്പോൾ സിറ്റിയും ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആ കാര്യം സിറ്റിയും ദിലയും റെനയോട് പറഞ്ഞ് ഹെർലിനയുടെ മുഖം എങ്ങനെയാ ഉമ്മി സിറ്റിയുടെ മുഖത്ത് കണ്ടത് എന്നൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ടീച്ചർ എങ്ങനെയുണ്ട് സിറ്റി, പിന്നെ ഉമ്മിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉമ്മിയെ കാണാം. അവൾ റൂമിലാണുള്ളത്, അതും പിരാന്ത് പിടിച്ചവളെ പോലെ ഇരുന്നിട്ടുണ്ട്. അവിടേക്ക് റെനയും സിറ്റിയും ദിലയും വന്നു നിൽക്കുമ്പോൾ ഉമ്മിക്ക് സിറ്റിയെ കാണുന്നത് ഹെർലിനയുടെ രൂപമായിട്ടാണ്. അതിനാൽ അവളെ ഇവിടുന്ന് പോകാൻ പറ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ഇൻട്രി ടീച്ചർ എത്തി ഉമ്മിയെ സമാധാനപ്പെടുത്തി, നീ എൻ്റെ കൂടെ വാ, ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പേടിയൊക്കെ മാറും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഇപ്പോൾ പ്രാർത്ഥനാ റൂമിൽ റെന ഖുറാൻ വായിക്കുന്നത് കാണാം. ദേ പുറകിലൂടെ ഹെർലിന വരുന്നു. അവളും അവിടെ ഇരുന്ന് ഖുറാൻ പഴയതിലും കൂടുതൽ വൃത്തിയായി വായിക്കാൻ തുടങ്ങി. എന്നാൽ ഹെർലിന ഖുറാൻ വായിക്കുമ്പോൾ ഏതോ പിശാച് വായിക്കുന്ന പോലെ റെനയുടെ കാതിന്
കേൾക്കുകയും അവൾ ഭയപ്പെടാനും തുടങ്ങി. എന്നാൽ അത് പുറത്ത് കാട്ടാതെ ഖുർആൻ വായിക്കാൻ തുടങ്ങി. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ റെണയും ഹെർലിനയും കിടന്നുറങ്ങുന്നത് കാണാം. നട്ടപ്പാതിരാക്ക് ഹെർലിന കണ്ണു തുറന്ന് റെണയെ തന്നെ ഒരുമാതിരി നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ എല്ലാ സ്റ്റുഡൻസും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ റെണ കയ്യും കാലും ശുചിയാക്കുമ്പോൾ അവിടേക്ക് സിറ്റി വന്ന് ഇന്നലെ രാത്രി നിന്റെ കൂടെ ആരാ ഖുർആൻ വായിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹെർലിനയാ വായിച്ചത് എന്ന് റെണ പറയുകയാണ്. ഹെർലിനയോ? അവൾക്ക് ഖുർആൻ വായിക്കാൻ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ വായിച്ചത്? ശരി, അവളിപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴും കിടന്നുറങ്ങുകയാ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ദേ ഉറങ്ങിക്കിടക്കുന്നെന്ന് പറഞ്ഞ ഹെർലിന റെഡിയായി വന്ന് ഇരിക്കുന്നു. ഹെർലിനയുടെ ഈ ഒരു അതിശയിപ്പിക്കുന്ന മാറ്റം കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് റെണയോട് സിറ്റി, എടി ഹെർലിനയെക്കുറിച്ച് ഞാൻ മോശം പറയുന്നതാണെന്ന് വിചാരിക്കരുത്. അവൾ ആക്സിഡൻറ്റിന് ശേഷം തിരിച്ചു വന്നതിൽ പിന്നെ അവളാകെ മാറിയ പോലെയുണ്ട്. ഖുർആനൊക്കെ സിമ്പിളായി വായിക്കാൻ തുടങ്ങി. അതേപോലെ പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് എത്തുന്നുമുണ്ട്. എപ്പോൾ നോക്കിയാലും ചിരിച്ചോണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിനു മുൻപ് അവളെ ഞാനങ്ങനെ കണ്ടതേ ഇല്ല. നിനക്ക് വ്യത്യസ്തമായി ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് ഹെർലിന വന്ന് രണ്ടുപേരോടും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോവുകയും കണ്ടില്ലേ അവളുടെ നോട്ടവും ഭാവവും, ഇതാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ സിറ്റി റെണയോട് പറയുകയാണ്. അല്പം കഴിഞ്ഞ് റെണ റൂമിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഹെർലിന തിരിഞ്ഞ് ഇരുന്ന് എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വ്യത്യസ്തമായ നോട്ടം കണ്ട് റെണത്തിന് ആകെ ഭയം തോന്നിയെങ്കിലും പുറത്ത് കാട്ടാതെ, എടേ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറ്റാനാ, നീ എന്തിനാ അവിടെ നിന്ന് എന്നെ ഒരുമാതിരി നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. അങ്ങനെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പരിസരം എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറില്ലേ? ഇത്തവണ ഉമിയുടെ കൂടെ റെണയാണ് വന്നിരിക്കുന്നത്. എടേ ഞാൻ നിസ്കരിച്ചിട്ടില്ല, നീ എൻ്റെ കൂടെ നിൽക്ക്, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉമി നിസ്കരിക്കാൻ തുടങ്ങി. റെണ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു വശത്ത് ഹെർലിന പിശാച്ചിനെ പോലെ നടന്നു പോകുന്നു. അത് കണ്ട റെണ ഇവളെന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവളെ വിളിച്ച് പുറകെ പോവാൻ തുടങ്ങി. ഉമ്മിയാണെങ്കിൽ അകത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. പെട്ടെന്ന് ലൈറ്റ്സ് എല്ലാം മിന്നിമറയാൻ തുടങ്ങി. ഒടുവിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും ചെയ്തു. മറ്റേ വശത്ത് ഹെർലിനയെ ഫോളോ ചെയ്തു പോയ റെണ ഒരിടത്ത് ഹെർലിന നിൽക്കുന്നത് കണ്ട് അവളെ വിളിച്ചോണ്ട് അടുത്തേക്ക് പോകുമ്പോൾ ഇതേ നേരം നിസ്കരിക്കുന്ന ഉമ്മിയുടെ കൂടെ മറ്റാരോ നിസ്കരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഉമ്മി ചുമരിലുള്ള ഭാഗത്തേക്ക് കുനിഞ്ഞാണ് നിസ്കരിക്കുന്നത്. എന്നാൽ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് ദേവാലയത്തിൻ്റെ മുൻവശത്താണ് എഴുന്നേൽക്കുന്നത്. ഇത് എന്ത് മറിമായം എന്നറിയാതെ വീണ്ടും നിസ്കരിക്കുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും നടക്കുകയാണ്. ആകെ ഭയന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഹെർലിനയെ ഫോളോ ചെയ്തു പോയ റെണ ഒരു ഭാഗത്ത് എത്തി ക്ലോസ് ആയ സ്ഥലത്ത് എത്തി നിൽക്കുന്നു. അവിടെ വേറെ ആരും തന്നെയില്ല. ഉമ്മി ആണെങ്കിൽ ഭയത്തോടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ ഉമ്മി പ്രാർത്ഥിക്കുന്ന പോലെ വേറെ ആരോ പ്രാർത്ഥിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി. ആകെ കിളി പോയ പോലെ ഉമ്മി ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹെർലിന വന്ന് ഉമ്മിയെ ഭയപ്പെടുത്തുകയും ഉമ്മി പേടിച്ച് അലറുന്ന ശബ്ദം മറ്റേ വശത്തുള്ള രണയും കേൾക്കാൻ തുടങ്ങി. രണ ഓടി നേരെ ഉമ്മി നിസ്കരിക്കുന്ന സ്ഥലത്ത് എത്തി നോക്കുമ്പോൾ ഉമ്മി നിസ്കരിക്കുന്ന പോലെ കുനിഞ്ഞ് ഇരുന്നിട്ടുണ്ട്. എന്നാൽ അവൾ തല പൊക്കുന്നതേ ഇല്ല. ഇവൾക്കിതെന്ത് പറ്റി എന്നറിയാതെ പതുക്കെ പോയി ഉമ്മിയെ തൊട്ട് നോക്കിയതും അവളുടെ മുഖം നോക്കുമ്പോൾ ആകെ കരിഞ്ഞ് കരിക്കട്ട പോലെയായി ഉമ്മി മരിച്ചു പോയിരുന്നു. അങ്ങനെ ഇക്കാര്യം സ്കൂളിലെ എല്ലാവർക്കും അറിയുകയും പിറ്റേ ദിവസം ഉമ്മിയുടെ ശരീരം ചടങ്ങ് പ്രകാരം ടീച്ചർ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഉമ്മിയുടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സിറ്റിയും ദിലയും, രണ്ടുപേരും മനം നൊന്ത് കരയുകയാണ്. ശേഷം ഉമ്മിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ എല്ലാവരും ചേർന്ന് ഒരു കൂട്ടപ്രാർത്ഥന ചെയ്യുമ്പോൾ ഹെർലിന മാത്രം ഉമ്മിയുടെ ശരീരത്തെ നോക്കി ഒരുമാതിരി ചിരിച്ചോണ്ടേ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു മരണം നടന്നതിനാൽ കുട്ടികൾക്ക് പേടിപ്പനി വരാതിരിക്കാൻ കുറച്ച് ദിവസത്തേക്ക് അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. പോകാൻ താല്പര്യമില്ലാത്തവർക്ക് മാത്രം ഹോസ്റ്റലിൽ താമസിക്കാം. ഇപ്പോൾ റെണയുടെ അടുത്തേക്ക് ഹെർലിന വന്നപ്പോൾ ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് റെണ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോകാൻ, റൂമിൽ തന്നെയായിരുന്നല്ലോ. റൂമിലോ? നീ പുറത്തിറങ്ങി നടന്നു പോകുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് റെണ പറയുമ്പോൾ അവിടേക്ക് സിറ്റിയും ദിലയും വരികയും ഹെർലിന അവിടുന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. സിറ്റി റെണയോട്, എടി ഉമ്മി നമ്മളെ വിട്ട് കാലാപുരിക്ക് പോയി, അതിനാൽ നീ അവൾക്ക് പകരം ഞങ്ങളുടെ റൂംമേറ്റായി വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ റെണയും അത് ആലോചിച്ച് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗാനി ഉസ്താദ് സീനിയർ ടീച്ചറിനോട് ഉമ്മിയുടെ പാരൻസിനോട് ഉമ്മിയുടെ ആ കൊടൂര മരണത്തെ പറ്റി പറഞ്ഞേ ആവണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. നമുക്ക് തന്നെ മനസ്സിലാവാത്ത കാര്യം നമ്മൾ എങ്ങനെയാ ഉമ്മിയുടെ പാരൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഇതറിഞ്ഞാൽ നമ്മുടെ സ്കൂളിന് തന്നെ മോശം പേര് വരും എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. എന്നാൽ മറ്റേ
മറ്റ് ടീച്ചേഴ്സിന് ഗാനി പറയുന്നതാണ് ശരി എന്ന് തോന്നുകയാണ്. എന്നാൽ സീനിയർ ടീച്ചർ തൻ്റെ തീരുമാനം മാറ്റുന്ന ലക്ഷണമില്ല. അതിനാൽ ഗാനി ഇക്കാര്യം ഹെഡ് മാസ്റ്ററിനോട് ഇൻഫോം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവിടുന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഉമ്മി താമസിച്ച റൂമിലേക്ക് ഇപ്പോൾ റണ താമസിക്കാൻ വന്നിരിക്കുന്നു. അന്ന് രാത്രി നീ ഉമ്മിയെ നിസ്കരിക്കാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാതെ നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഉമ്മി ജീവനോടെ ഉണ്ടായേനെ എന്ന് വിഷമിച്ച് ദില പറയുമ്പോൾ, എടി ഉമ്മി മരിച്ചതിൽ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ദുഃഖമുണ്ട്. അതുമാത്രമല്ല അവളെ അവസാനം ജീവനോടെ കണ്ടതും അവസാനം അവളുടെ ബോഡി കണ്ടതും ഞാനാണ്. അത് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. അവളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് പോകും. എല്ലാം ഞാൻ സഹിച്ച് ജീവിക്കണം എന്നത് എൻ്റെ വിധിയാണ്. അന്ന് രാത്രി റണ ഹെർലിനയുടെ കൂടെ താമസിക്കാതെ മരിച്ചുപോയ ഉമ്മിയുടെ ബെഡിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് നട്ടപ്പാതിരാക്ക് അവൾ ഉണർന്നു നോക്കുമ്പോൾ ഒരൽപ്പം പേടി തോന്നുകയും കണ്ണടച്ച് വീണ്ടും ഉറങ്ങാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ ഇടയ്ക്ക് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ അവൾ ഉള്ളത് പഴയ റൂമിൽ, അതായത് ഹെർലിന ഉള്ള റൂമിലാണ്. ആകെ ഭയന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും, എടി നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് പറഞ്ഞ് ഹെർലിന ഇറങ്ങി വരാൻ തുടങ്ങി. ആകെ ഭയന്ന് റണ തിരിഞ്ഞ് കണ്ണടച്ച് കിടക്കുകയും ഇറങ്ങി വന്ന ഹെർലിന കുറച്ചു നേരം റണയെ തന്നെ കുറുകുറുന്ന് നോക്കി നിന്ന് ശേഷം കതക് തുറന്ന് എങ്ങോട്ടോ പോവാൻ തുടങ്ങി. റണയും അവളെ ഫോളോ ചെയ്തു പോവുകയാണ്. മറ്റേ റൂമിൽ റണയെ കാണാത്തതിനാൽ സിറ്റിയും ദിലയും പരസ്പരം നോക്കി. ഇനി അവൾ ഹെർലിനയുടെ റൂമിലേക്ക് പോയി കാണുമോ എന്നറിയാൻ അവിടേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ അവിടെ ആരും തന്നെയില്ല. വേറെ എവിടെ പോയി കാണും എന്ന് ഓരോ വശത്തുമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് ഹെർലിന നടന്നു പോകുമ്പോൾ പുറകെ റണയും ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് പുറകെ സിറ്റിയും ദിലയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന സിറ്റിയെ മിസ്സാവുകയും ദില കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് അസ്സലാമു അലൈക്കും ദില എന്ന് ഹെർലിനയുടെ വോയിസ് കേട്ടതും പടച്ചോനെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വന്നത് രണം ആയിരുന്നു. ശേഷം സിറ്റി എവിടെയാ ഉള്ളത് എന്ന് രണ്ടുപേരും സിറ്റിയെ തപ്പി പോകാൻ തുടങ്ങി. സിറ്റി ആണെങ്കിൽ ഒരു വശത്ത് രണത്തിനെ തിരയുമ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ള തീപന്തം ഒക്കെ അണഞ്ഞു പോയി. ഒടുവിൽ കയ്യിലുള്ള ലൈറ്റ്സും ഓഫാവുകയും ചെയ്തു. അന്നേരം അസ്സലാമു അലൈക്കും സിറ്റി എന്ന് ഹെർലിനയുടെ ഒരു വോയിസ്. ആ വോയിസ് വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹെർലിന പ്രേതമായി വന്ന് അസ്സലാമു അലൈക്കും സിറ്റി എന്ന് പറഞ്ഞതും പേടിച്ച് ജീവനും കൊണ്ട് സിറ്റി ഓടാൻ തുടങ്ങി. ഓടി ഓടി നേരെ പ്രാർത്ഥനാ ഹാളിൽ എത്തുകയാണ്. എന്നാൽ അവിടെ എല്ലാവരും നിസ്കരിക്കുന്നത് കണ്ടിട്ട് സിറ്റിക്ക് ഒരൽപ്പം ആശ്വാസമാവുകയാണ്. എന്നാൽ അമാനുഷികമായ കാര്യം പോലെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ 2x സ്പീഡിൽ നിസ്കരിക്കുന്ന വിചിത്രമായ കാഴ്ച കാണുകയാണ്. പെട്ടെന്ന് എല്ലാവരും സിറ്റിയെ നോക്കുകയും അവൾ കോരിത്തരിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഫർദ വന്ന് സിറ്റിയുടെ ദേഹത്തേക്ക് വീണ് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു വിധത്തിൽ രണം അവിടെ എത്തി സിറ്റിയെ രക്ഷിക്കുകയും ചെയ്തു. ദില എവിടെയാ എന്ന് സിറ്റി ചോദിക്കുമ്പോൾ അത് പിന്നെ ഗാനി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ ദിലയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് രണം പറയുകയും അങ്ങനെ രണ്ടുപേരും ദിലയെ തേടി പോവാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ദില ഒറ്റയ്ക്കാണല്ലോ. ഇപ്പോൾ ഗാനിയെ വിളിക്കാൻ പോയ ദില ഗാനിയുടെ റൂമിന്റെ ഡോർ പലതവണ മുട്ടി വിളിക്കുകയും കുറച്ചു നേരത്തിൽ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ്. അവിടെ ഗാനി ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. സർ സർ എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ എഴുന്നേൽപ്പിക്കാൻ ട്രൈ ചെയ്തെങ്കിലും ഗാനി എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല. അതിനാൽ അടുത്തു പോയി തൊട്ടു വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് പുറകിൽ ആരോ ഉള്ളതായി ഫീൽ ചെയ്ത് പുറകിലോട്ട് നോക്കിയെങ്കിലും അവൾക്ക് ആരെയും കണ്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഗാനിയെയും കാണാനില്ല. ലൈറ്റ്സ് എല്ലാം മിന്നിമറിയാൻ തുടങ്ങി. ഭയന്ന് ഓടിപ്പോവാൻ നോക്കുമ്പോൾ ഡോറും ക്ലോസ് ആയി. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു വോയിസ്, അസ്സലാമു അലൈക്കും ദില. ഭയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഡോർ ആരോ ഭയങ്കരമായി തട്ടാൻ തുടങ്ങി. ഭയത്തിൻ്റെ മേൽ ഭയത്തോടെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രേതം വന്ന് ഒരൊറ്റക്കടി. ആ ബഹളം കേട്ട് സീനിയർ ടീച്ചർ ഞെട്ടി എഴുന്നേറ്റ് അടുത്ത് കിടന്നിട്ടുള്ള എൻട്രി ടീച്ചറിനെ വിളിച്ചുണർത്തി എന്താ ശബ്ദം എന്ന് നോക്കാൻ പോവുകയാണ്. ഇതേ നേരം ഗാനിയുടെ റൂം ലക്ഷ്യമാക്കി വന്ന രണയും സിറ്റിയും ദിലയെ കണ്ടെങ്കിലും രണ്ടുപേരും എത്തുന്നതിന് മുൻപേ ഹെർലിന ദിലയെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എവിടെയാ കൊണ്ടുപോയത് എന്നറിയാതെ ദിലയെ വിളിച്ച് സിറ്റിയും രണയും തിരയാൻ തുടങ്ങി. നോക്കിയാൽ ദില പ്രാർത്ഥനാ റൂമിൽ ഉമ്മി എങ്ങനെയാണോ കുനിഞ്ഞിരുന്ന് മരിച്ചതോ അതേപോലെ ദിലയും ഇരുന്നിട്ടുണ്ട്.
അത് കണ്ട് മറ്റ് സ്റ്റുഡൻസും ഭയത്തോടെ നോക്കി നിൽക്കെ അവിടെ എത്തിയ സീനിയർ ടീച്ചറും എൻട്രി ടീച്ചറും ഉമ്മയെ പോലെ ദിലയും കൊടൂരമായി മരിച്ചു കിടക്കുന്ന കാര്യം കാണുകയാണ്. അവിടേക്ക് റെണയും സിറ്റിയും എത്തി ആ കാഴ്ച കണ്ട് നടുങ്ങി നിൽക്കുകയാണ്. നോക്കിയാൽ റെണയ്ക്ക് അവിടെ ഹെർലിന ദിലയുടെ ഡെഡ് ബോഡി നോക്കി ചിരിക്കുന്ന കാഴ്ച കാണുകയാണ്. ഈ ഒരു സംഭവത്തോടെ കാര്യങ്ങൾ നിസ്സാരം അല്ല എന്ന് മനസ്സിലാക്കിയ ഗാനി ജാഫറിനോട് ഇനി ഒട്ടും സമയം കളയാനില്ല, എല്ലാ സ്റ്റുഡൻസിനെയും അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, ഹെഡ് മാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യും. അത് കേട്ട് ജാഫർ അത് ശരിയാവില്ല, ഹെഡ് മാസ്റ്റർ വരാതെ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല, നമ്മൾ കാത്തിരുന്നേ മതിയാവൂ എന്ന് പറയുകയാണ്. അന്നേരം റെണയും സിറ്റിയും വന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഹെർലിനയാണ്, ദിലയെ ആക്രമിച്ചത് ഹെർലിനയാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്ന് എല്ലാ കാര്യവും തുറന്നു പറയുകയും ചെയ്തു. കാര്യങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ സീനിയർ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനെയും പ്രാർത്ഥനാ ഹാളിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുകയും എല്ലാവരും എത്തിയോ എന്ന് പരിശോധിക്കുമ്പോൾ ഹെർലിനയെ മാത്രം കാണാനില്ല. അതിനാൽ ഗാനിയും ജാഫറും ഹെർലിനയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. സ്കൂളിൽ നടന്ന കാര്യം ഹെർലിനയുടെ ഉമ്മയായ ദിവിക്ക് അറിയുകയും ചെയ്തു. അങ്ങനെ അല്പം കഴിഞ്ഞ് പ്രാർത്ഥനാ ഹാളിൽ എല്ലാവരുടെയും കൂടെ കിടന്നുറങ്ങുന്ന റെണയ്ക്ക് തൻ്റെ അടുത്ത് ഹെർലിന കിടക്കുന്ന പോലെ തോന്നുകയും നോക്കിയാൽ അത് സിറ്റിയായിരുന്നു. അവൾ എൻ്റെ കൂടെ ഒന്ന് ബാത്റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ച് കൂട്ടിയിട്ട് പോവുകയാണ്. എന്നാൽ ആ ബാത്റൂമിലാണ് പ്രേതം ഉള്ളത്. സിറ്റി അകത്ത് കയറി കതകടച്ച് മൂത്രമൊഴിക്കുമ്പോൾ അപ്പുറത്ത് ആരോ ഡോർ അടക്കുന്ന ശബ്ദം കേൾക്കുകയും അതാരാ റെണ, നീയാണോ എന്ന് സിറ്റി ചോദിക്കുകയാണ്. എന്നാൽ നോക്കിയാൽ റെണ ഉള്ളത് ബാത്റൂമിന്റെ പുറത്താണ്. അല്പം കഴിഞ്ഞ് പുറകിലൂടെ സിറ്റി പോകുന്നത് കണ്ട് എടി എവിടെ പോകുക എന്ന് പറഞ്ഞ് റെണയും പുറകെ പോവാൻ തുടങ്ങി. പെട്ടെന്ന് സിറ്റി ഒരിടത്ത് മരച്ചുവട്ടിൽ നിന്നത് കണ്ട് നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ച് റെണ സിറ്റിയെ തൊടാൻ നോക്കുമ്പോൾ ദേ പുറകിൽ വരുന്നു ഒറിജിനൽ സിറ്റി. ഇപ്പോഴാണ് റെണയ്ക്ക് മനസ്സിലാവുന്നത് തൻ്റെ മുന്നിലുള്ളത് ഹെർലിനയുടെ പ്രേതം ആണെന്ന്. ഹെർലിന തിരിഞ്ഞു നിന്ന് അസ്സലാമു അലൈക്കും റണ എന്ന് പറഞ്ഞതും രണ്ടുപേരും അലറിയടിച്ചു ഓടാൻ തുടങ്ങി. എന്നാൽ എത്ര തവണ ഓടിയാലും വീണ്ടും വീണ്ടും ആ മരച്ചുവട്ടിൽ തന്നെയാണ് എത്തുന്നത്. പെട്ടെന്ന് സിറ്റിയുടെ കാൽ പിടിച്ച് ഹെർലിന വലിക്കാൻ തുടങ്ങി. റണ അവളെ രക്ഷിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെയോ ജാഫറും ഖാനിയും അവിടെ എത്തി. എല്ലാവരും ചേർന്ന് ശ്രമിച്ച് ഒരു വിധത്തിൽ ഹെർലിനയുടെ പക്കൽ നിന്നും സിറ്റിയെ രക്ഷിച്ച ശേഷം ഹെർലിനയുടെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ് ഖാനി. സ്കൂളിലെ വിവരം ഹെർലിനയുടെ ഉമ്മയ്ക്ക് അറിഞ്ഞതിനാൽ ഉമ്മയും ഉപ്പയും അതായത് ദിവിയും സാപ്റ്റോയും കാറിൽ സ്കൂളിലേക്ക് എത്തുകയാണ്. ഒരു ഭാഗത്ത് ഖാനി പ്രേതത്തെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് ഹെർലിനയുടെ ഉപ്പയും ഉമ്മയും എത്തി ഹെർലിനയെ സ്നേഹത്തോടെ നോക്കി ഞങ്ങളുടെ കൂടെ വാ, ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഹെർലിന ദേഷ്യത്തിൽ ഉമ്മയെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അതൊക്കെ കണ്ട ഉപ്പ സാപ്റ്റോ ഒരു കാര്യം ഓർക്കുകയാണ്. ഇപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ്. ഒരു ദിവസം സാപ്റ്റോ തന്റെ കാറിന്റെ മുൻവശം ഉടഞ്ഞത് കണ്ടിരുന്നു. അതേപോലെ ഒരു ചുവന്ന തുണി കഷ്ണവും കിട്ടിയിരുന്നു. കാറിന് എന്താ പറ്റിയത് എന്ന് ദിവ്യയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു മരക്കഷ്ണത്തിൽ എങ്ങനെയോ ഇടിച്ചു പോയതാ മനുഷ്യ എന്ന് ദിവി പറഞ്ഞിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അന്ന് ഒരിക്കൽ ഹെർലിന പുതിയ ബെഡ്ഷീറ്റ് വേണം എന്ന് പറഞ്ഞതിനാൽ വീട്ടിൽ നിന്നും ബെഡ്ഷീറ്റ് എടുത്ത് ഹെർലിനയുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കാറിൽ ദിവി പോയിക്കൊണ്ടിരിക്കെ ആ ഒരു സമയത്താണ് ഹെർലിനയെ ആ 3 പേർ റാഗിങ് ചെയ്തത്. ഹെർലിനയെ ഉമ്മയും ദിലയും സിറ്റിയും ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നടു റോഡിൽ ഹെർലിന വഴുതി വീഴുകയും അന്നേരം ചീറിപ്പാഞ്ഞു വന്ന കാറ് അത് ഹെർലിനയുടെ ഉമ്മയുടേതായിരുന്നു. നേരം നട്ടപ്പാതിര ആയതിനാൽ ഉമ്മ പകുതി മയക്കത്തിൽ കൂടി ആയിരുന്നു. പുറകിൽ വച്ച ബെഡ്ഷീറ്റ് അവിടെ തന്നെ ഉണ്ടോ എന്ന് തപ്പി നോക്കുന്നതിനിടയിൽ ആ ഒരു നിമിഷത്തിൽ ഹെർലിന റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടിരുന്നില്ല. ഹെർലിന ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഓടാൻ നോക്കിയെങ്കിലും കാറ് അവളെ ഇടിച്ച് തെറിപ്പിക്കുകയും ഒരു കല്ലിൽ ഹെർലിനയുടെ തല ഇടിച്ച് വീണ് ഹെർലിന മരിക്കുകയായിരുന്നു. ഉമ്മക്ക് എന്താ സംഭവിച്ചതെന്ന് ആ സമയത്ത് കണ്ടിരുന്നില്ല. എല്ലാം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ആ ഗ്യാപ്പിൽ സംഭവിച്ചതായിരുന്നു. എന്തിലോ കാറ് ഇടിച്ചു എന്ന് മാത്രം മനസ്സിലാക്കി ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ അവിടെ കൂട്ടിയിട്ടിരുന്ന മരക്കഷ്ണങ്ങൾ കാണുകയാണ്. ഓ ഇതിലായിരുന്നു ഇടിച്ചത് എന്ന് കരുതി മരക്കഷ്ണങ്ങൾ മാറ്റിയിട്ട് തൻ്റെ മകളെയാണ് തട്ടിത്തെറിപ്പിച്ച് കൊന്നത് എന്ന് മനസ്സിലാവാതെ ദിവി കാറിൽ കയറിപ്പോയി ബെഡ്ഷീറ്റ് ഹോസ്റ്റലിന്റെ വാർഡന്റെ കയ്യിൽ ഏൽപ്പിച്ച് പോവുകയായിരുന്നു. അതാണ് തൻ്റെ ഹസ്ബൻഡിനോടും ദിവി പറഞ്ഞത് മരക്കഷ്ണത്തിലാണ് കാറ് തട്ടിയത് എന്ന്. എന്നാൽ ഹെർലിനയെ ഇടിച്ചു കൊന്നത് താൻ തന്നെയാണ് എന്ന് ദിവിക്ക് ഇതുവരെയായിട്ടും അറിയില്ല.
കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹെർലിനയുടെ ഉപ്പ സാപ്റ്റോ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹെർലിനയുടെ പ്രേതം അവളുടെ ഉമ്മയെ തൂക്കിയെടുത്ത് പോയി കൊലപ്പെടുത്തി ആത്മാവിനെ വലിച്ചെടുത്ത് ബോഡി മാത്രം തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു. ഉടനെ ജാഫറും ഗാനിയും പോയി ഹെർലിനയുടെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ നോക്കിയെങ്കിലും അവരെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഭാഗ്യത്തിന് പുറം നാട്ടിലേക്ക് പോയ ഹെഡ് മാസ്റ്റർ അവിടെ എത്തി. അങ്ങനെ 3 പേരും ചേർന്ന് ഹെർലിനയുടെ പ്രേതത്തെ പറഞ്ഞയക്കാൻ മന്ത്രകർമ്മങ്ങളൊക്കെ ആരംഭിച്ചു. ഇപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. എല്ലാറ്റിനും കാരണം എന്താണെന്ന് സാപ്റ്റോയ്ക്ക് നന്നായി അറിയാം. അതായത് ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹെർലിനയുടെ ഉപ്പ സാപ്റ്റോയാണ്. ഹെർലിന ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മരിച്ചു പോയിരുന്നു. എന്നാൽ മരിക്കാൻ കാരണം ദിവി കാറ് ഇടിച്ചത് കൊണ്ടാണെന്ന് സാപ്റ്റോ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഹെർലിന മരിച്ചുപോയി എന്ന കാര്യം തന്റെ ഭാര്യ അറിയരുത്, കോമയിലാണെന്ന് തൽക്കാലം പറഞ്ഞാൽ മതി, ഭാര്യയെ ഞാൻ പതുക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് ടീച്ചറിനോട് വഴക്കിട്ട് അഭിനയിച്ച് സാപ്റ്റോ നേരെ പോയത് തന്റെ മകൾക്ക് വീണ്ടും ജീവൻ നിലനിർത്തണം, വീണ്ടും ജീവൻ തിരിച്ചു കിട്ടണം എന്ന് തീരുമാനിച്ച് നേരെ പോയത് ഒരു മന്ത്രവാദിനിയുടെ മുന്നിലേക്കായിരുന്നു. ആ മന്ത്രവാദി സാത്താനെ പൂജിച്ച് ആഭിചാരത്തിലൂടെ ആൾക്കാർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു കൊടൂര മന്ത്രവാദിയാണ്. നിന്റെ മകൾക്ക് സാത്താൻ ജീവൻ തിരിച്ചു തരും, എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്. സാത്താന് മനുഷ്യരുടെ ആത്മാവിനെ ബലി നൽകണം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചില പൂജകൾ ഹെർലിനയുടെ ശരീരം വെച്ച് ചെയ്തിരുന്നു. ഹെർലിന എവിടെയാ എന്ന് ദിവി ചോദിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ ഒരു പ്രശസ്ത വൈദ്യന്റെ അടുത്ത് ചികിത്സിക്കാൻ നിർത്തിയിരിക്കുക എന്നൊക്കെ കള്ളം പറയുകയായിരുന്നു. അങ്ങനെ സാപ്റ്റോ പറഞ്ഞ പ്രകാരം ഹെർലിനയെ ജീവനോടെ കൊണ്ടുവരാനും ജീവനോടെ വന്ന് അവൾ മരിക്കാൻ കാരണക്കാരായവരെ കൊന്ന് സാത്താന് ബലി നൽകാനും മന്ത്രിച്ച വലിയ ആണി മന്ത്രവാദി സാപ്റ്റോയുടെ കയ്യിൽ കൊടുത്ത് ഹെർലിനയുടെ തലയിൽ അടിക്കാൻ പറയുകയും അതേപോലെ സാപ്റ്റോ ആ മന്ത്രിച്ച ആണി ഹെർലിനയുടെ നെറും തലയിൽ അടിച്ച് കയറ്റി ശേഷം മന്ത്രപൂജ അവസാനിച്ച ഉടനെ ഹെർലിന ജീവനോടെ തിരിച്ചു വരികയായിരുന്നു. എന്നാൽ മരിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന നഗ്ന സത്യം സാപ്റ്റോയ്ക്ക് അറിയില്ലായിരുന്നു. തിരിച്ച് ഹെർലിനയുടെ ശരീരത്തിൽ കയറിക്കൂടിയത് ഹെർലിനയുടെ തന്നെ പ്രേതാത്മാവായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടതോടെയാണ് സാപ്റ്റോയ്ക്ക് ഹെർലിനയുടെ ശരീരത്തിലുള്ളത് പ്രേതാത്മാവാണെന്ന് മനസ്സിലായത്. സാത്താനെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തെറ്റായി എന്ന് ഇപ്പോഴാണ് സാപ്റ്റോയ്ക്ക് മനസ്സിലായത്. ഉടനെ ഓടിപ്പോയി ഹെർലിനയുടെ തലയിൽ അന്ന് അടിച്ചു കയറ്റിയ മന്ത്ര ആണി ഊരി മാറ്റിയതും അതോടെ പ്രേതാത്മാവ് ഹെർലിനയുടെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. ഹെർലിനയുടെ ശരീരം കെട്ടിപ്പിടിച്ച് സാപ്റ്റോ കരയാൻ തുടങ്ങി. അതിനുശേഷമാണ് എല്ലാവരും അവിടേക്ക് എത്തുന്നത്. സാപ്റ്റോ ചെയ്ത ഈ ഒരു തെറ്റ് കാരണം നഷ്ടമായത് ഭാര്യയുടെ ജീവനാണ്. അങ്ങനെ സാപ്റ്റോ തൻ്റെ മരിച്ചുപോയ മകളുടെ ഭാര്യയുടെയും ബോഡി എടുത്ത് സ്വന്തം നാട്ടിലേക്ക് പോയി അടക്കം ചെയ്യുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് പോയ സ്റ്റുഡൻസ് എല്ലാം തിരിച്ചു വരുന്ന പോലെ കാണാം. റെണയാണെങ്കിൽ ഹെർലിനയുടെ കല്ലറയുടെ അടുത്ത് ഇരുന്ന് വിഷമിക്കുന്നതായി കാണാം. അങ്ങനെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കരുതുമ്പോൾ അടുത്ത സീനിൽ ഹെർലിനയുടെ ഉപ്പ ദുഃഖിച്ച് വീട്ടിൽ ഇരിക്കുമ്പോൾ ആരോ വീടിൻ്റെ ഡോറിൽ തട്ടുന്ന ശബ്ദം. അതാരാ എന്ന് പോയി ഡോർ തുറന്നു നോക്കുമ്പോൾ ആ മന്ത്രവാദിയായിരുന്നു. കയ്യിൽ ആ മന്ത്രിച്ച ആണിയെടുത്ത് കാട്ടി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഞാൻ പറയാതെ ഒരിക്കലും ആണി അവളുടെ തലയിൽ നിന്നും ഊരി മാറ്റരുതെന്ന് എന്ന് പറഞ്ഞ് ആണി നിലത്തിടുകയും നോക്കിയാൽ വന്നിരിക്കുന്നത് ഹെർലിനയുടെ രൂപത്തിൽ ആഭിചാരം ചെയ്തു വരുത്തിച്ച പ്രേതാത്മാവാണ്. അതായത് അത് ഹെർലിനയുടെ സ്വന്തം ആത്മാവായിരുന്നില്ല. സാത്താനാണ് ഹെർലിനയുടെ ശരീരത്തിൽ കയറിക്കൂടി എല്ലാവരെയും കൊലപ്പെടുത്തിയത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഹെർലിനയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയ സീൻ. ഹെർലിനയുടെ ഉമ്മ ദിവി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവളല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. എന്നിട്ടും മകളുടെ ആത്മാവാണ് ഹെർലിനയുടെ ശരീരത്തിൽ കയറിക്കൂടിയിരുന്നതെങ്കിൽ ഒരിക്കലും തൻ്റെ ഉമ്മയെ കൊല്ലില്ലായിരുന്നു. ആഭിചാര മന്ത്രത്തിലൂടെ മന്ത്രവാദി ഹെർലിനയുടെ ശരീരത്തിൽ ആവാഹിച്ച് കയറ്റിയത് കൊടൂര സാത്താനെയായിരുന്നു. സാത്താന് വേണ്ടത് ഒരുപാട് പേരുടെ ജീവാത്മാവാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹെർലിനയുടെ ഉപ്പയുടെ അടുത്തേക്കും എത്തി ഉപ്പയെയും കൊലപ്പെടുത്താൻ എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ആ ബിസിനസ്സിൻ്റെ കാര്യം എന്തെന്നാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ബിസിനസ്സാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാങ്ങാം. ഇനി നിങ്ങൾക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ലവേഴ്സിന് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനെ എന്തും ആവട്ടെ, മധുരമുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബാർ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ലിയോൺസ്റ്റർ എന്ന ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ സിജു വ്ളോഗ്സ് എന്ന ഇൻസ്റ്റാഗ്രാം വഴിയോ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാറ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്